ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ബേബി ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം എല്ലാ പോഷകങ്ങളും കുട്ടികൾക്ക് കിട്ടണമല്ലോ. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ഫുഡാണ് ഇത്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇത് നെയ്ച്ചോറിൻ്റെ അരിയാണ്. ഏറ്റവും നല്ല ബെസ്റ്റ് അരി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് ഏകദേശം 200 ഗ്രാംസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 3 കാഷ്യൂ, ഒരു 8 ബദാം, പിന്നെ എടുത്തിട്ടുള്ളത് മുതിരയാണ്. ഇത് ഏകദേശം 25 ഗ്രാംസ്. ബാക്കിയുള്ളതൊക്കെ 25 ഗ്രാംസാണ് എടുത്തിട്ടുള്ളത്. ഇത് മസൂർ ദാൾ, ഇതും 25 ഗ്രാംസാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ദാൾ പരിപ്പാണ്. പിന്നെ ഇത് ചെറുപയർ. പിന്നെ എടുത്തിട്ടുള്ളത് ഉഴുന്നാണ്. ഇതും 25 ഗ്രാംസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും വേണ്ടാന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇതിൽ ഓരോന്നും കുട്ടികൾക്ക് കൊടുത്തിട്ട് അലർജി പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കാം. ഇനി ഇതിനെല്ലാം നമുക്ക് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നന്നായി കഴുകിയെടുക്കാം. ഇതിൽ കശുവണ്ടിയും ബദാമും ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഞാൻ ഒന്നിച്ചാണ് കഴുകുന്നത്. മറ്റേത് സെപ്പറേറ്റ് കഴുകിയിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലുള്ള ഒരു തുണിയിൽ നമുക്ക് ഇത് ഇട്ടിട്ട് ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് ഉണക്കിയെടുക്കാം. വെയിലുണ്ടെങ്കിൽ വെയിലത്തിട്ട് എടുക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇത് നമുക്ക് ഇനി വറുത്തെടുക്കാനുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തന്നെ വെള്ളം കളഞ്ഞാലും മതിയാവും. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇത് വറുത്തിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒന്നും കൂടി നല്ല ക്രിസ്പായിട്ട് കിട്ടും. പൊടിക്കുമ്പോൾ നല്ല ഫൈൻ ഗ്രെയിനായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വറുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാകമായെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് കടിച്ചു നോക്കിയാൽ നമുക്കറിയാം നന്നായിട്ട് വറന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പാകമാണ്. ഇനി നമുക്കിതിനെ പൊടിച്ചെടുക്കാം. ഇങ്ങനെ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള പൊടി ഇങ്ങനെ പൊടിച്ച് വെക്കാവുന്നതാണ്. ഇനി ഇതിനെ പച്ചവെള്ളത്തിൽ കലക്കിയതിന് ശേഷം മധുരം ഇടുന്നെങ്കിൽ മധുരം ഇട്ടിട്ടായിട്ട് നമുക്ക് സാധാരണ കുറുക്കുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.